ഭരതചരിത്രം. ഋഷഭപുത്രനാകും ഭരതനാക പിന്നെ വൃഷമാർഗേണ പരിപാലിച്ചാനവനിയെ. വിശ്വമോഹിനിയായ കന്യകാ പഞ്ചജനി വിശ്വരൂപാത്മജയെ കൈക്കൊണ്ടാനതുകാലം 5 മക്കളുമുണ്ടായി വന്നിതു പഞ്ചജനിക്ക്. 5 ഭൂതങ്ങൾ മായ തങ്കലുണ്ടായ പോലെ സുമതി രാഷ്ട്രഭൃത്തു 3-മൻ സുദർശനൻ പിന്നീടാവരണനും ധൂമ്രകേതുവും നാമം. ഭാരതഖണ്ഡമാകും തന്നുടെ രാജ്യം പിന്നെ പാരാതെ പകുത്തുടനൈവർക്കും കൊടുത്തുപോയി. സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്സിനായി. സാളഗ്രാമോപലങ്ങൾ കൊണ്ടലങ്കൃതനായി സ്വച്ഛയാം ചക്രനദി തന്നുടെ തീരത്തിങ്കൽ സ്വച്ഛമാശ്രമവുമുണ്ടാക്കി വസിക്കും നാൾ. അനിത്യാദികളാം വസ്തുവിചാരം കൊണ്ട് ശുദ്ധാന്തകരണനായി തത്വജ്ഞാനവും വന്നു. ഭക്തിയും ദിനം പ്രതിവർദ്ധിച്ചു ഭഗവാനെ ചിത്തത്തിലാക്കി. ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു യുക്തനായിരുന്നു ഉപാസിക്കുന്ന. ഒരു ദിനം മധ്യാഹ്നേ ചെന്നു നിന്നു ഗണ്ഡകി തീരസ്ഥലേ. ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ. അന്നേരമരികെ നിന്ന് അലറിയിടുന്ന സിംഹം തന്നുടെ നാദം കേട്ടു പേടിച്ചു മാൻ പേടയും ഓടിപ്പോയി മറുകരെ കരയേറുവാനായി. ആടൽ പൂണ്ടുടൽ വിറച്ചോടിന നേരം തന്നെ ഗർഭസ്ഥയായ കിടാവ് അപ്പോഴേ പിറന്നുടന പുഴ തന്നിൽ വീണങ്ങ് ഒഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മാൻപേടയും. സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെ ഒഴുകുന്ന മാൻകിടാവിനെ കണ്ടു. കാരുണ്യവശാലുടനെടുത്തു ഭരതനും പാരാതെ കൊണ്ടുപോയാൻ തന്നുടെ ആശ്രമത്തിൽ. ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ. മാൻകിടാവോടുകൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നിതു ഭരതൻ അതുകാലം. തന്നുടെ നിയമങ്ങൾ അതിനെ വളർക്കയാൽ ഒന്നൊന്നേ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞിതു. കാലം കൊണ്ടില്ലാതെയായി വന്നിതു നിയമങ്ങൾ. കാലവും പോയതുള്ളിൽ അറിയായില്ലതേതും. അതിനെ കാണുമ്പോഴും കാണാതെ വാഴുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ചു മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാഴും കാലം. ഈശ്വരവിലാസങ്ങളെന്തയോ പറവതും സ്നേഹപാരവശ്യം കൊണ്ടാഹന്ത ഭരതനും മോഹവും വളർന്നിതു മറന്നു തപസ്സെല്ലാം. ഹരിണ ഗുണകമാമിതിന്നു ഞാനെന്നിയേ ശരണം ആരുമില്ല ഗണവും പിരിഞ്ഞുപോയി. ഹരിണി പറ്റപ്പോഴേ മരണം പ്രാപിച്ചിതു. ശരണാഗത പരിപാലനം ധർമ്മമല്ലോ.
പാലനമനുദിനം പോഷണം പ്രീണനവും ലാളനം ഇവറ്റിനെ കാലമുള്ളിതു മുറ്റും. ആസനാടന സ്നാന ശയനാശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല. ഫലമൂലൗദകാതി പൂവോടു ചമതപ്പുൽ പലവും ഇവ തേടിപ്പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല വിശ്വാസം. അതു നേരമിച്ചയ വഴിയെ കൂടെ ഓടിപ്പോമതു താനും. മുഗ്ധഭാവവും നോക്കി നിന്നിടും മധ്യേ മധ്യേ ശക്തി പൂണ്ടതിനെ ചെന്നെടുക്കും. അയ്യോ പാവം ശക്തിയിൽ ഇതിനെന്നും കഴുത്തിലെടുത്തിടുമുക്കത്തു തട്ടിക്കൊള്ളും ഒട്ടിടയിടെ ചെമ്മേ. മാറത്തും മടിയിലും പുറത്തും പറ്റിച്ചിടും. ദൂരത്തു നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും. ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ പാരാതെ ചെന്നു നോക്കും. തിന്മാനും കൊടുത്തിടും വിളിക്കുമരികവേ. മണ്ടി വന്നിടും നേരം കളിക്കും പിന്നെ പരിചരിക്കും. ഓരോരോ തരം പതുക്കെ പതുപ്പുള്ള രോമങ്ങളമരുമാറെടുത്തും തലോടിയും പുണർന്നും കൊണ്ടാടിയും മറ്റൊന്നിന്നില്ല കാലം മുറ്റുമിങ്ങനെ തനിക്കുറ്റ മാൻപേടയുമായി മരുവീടിന കാലം. മരണമടുത്തിതു ഭരതന് അതു കണ്ടു കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിത്തേ. കിടക്കുന്നിടത്തു ചെന്നധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നൊരു മാൻകിടാവിനെ നോക്കി മാനസതാരിൽ നിരൂപിച്ചിതു സന്താപത്താൽ. ഞാനിനി മരിച്ചിടും ഇപ്പൊഴുതിന് ശേഷം കാനനദേശേ. സിംഹവ്യാഘ്രാദി ദുഷ്ടൗഘങ്ങൾ മാനിനെ പിടിച്ചു തിന്നിടും എന്താവതയ്യോ. ഒട്ടുമേ മനുഷ്യരെ പേടിയില്ലിതിനിപ്പോൾ. ദുഷ്ടരാ കാട്ടാളന്മാരെ ഇത് കൊന്നിടുകയോ. രക്ഷിപ്പാനിതിനാരുമില്ലെന്നതല്ല പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളുണ്ടു താനും. ഇത്തരം ഓരോ തരം ചിന്തിച്ചു ഭരതനും ചിത്തത്തിൽ കൃഷ്ണമൃഗരൂപവും നിഴലിച്ചു. അരികെ നിൽക്കുന്നൊരു ഹരിണ കുണകത്തെ സ്മരിച്ചു മരിച്ചു. ഉടൻ ജനിച്ചു ഹരിണമായി ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു. മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നിതെന്നത് അകമേ ചിന്തിച്ചത സംഘമുണ്ടാകായുവാനായി. മാൻകൂട്ടത്തിങ്കൽ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം പുക്കാനവൻ. തീർത്ഥസ്നാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ. ധാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാൻ അവനുടൻ. ചൊല്ലെഴുന്നോരം ഗിരപ്രവരനായുള്ളൊരു നല്ല ഭൂസുരൻ പണ്ടു രണ്ടു വേട്ടിരിക്കും നാൾ. ഒരുത്തി പെറ്റുണ്ടായതൊമ്പതു തനയന്മാർ. ഒരുത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാൾ. എന്നതിൽ കുമാരനായി പിറന്ന മഹീസുരൻ മുന്നേ തൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൽ സംഗദോഷത്തെ പേടിച്ച് ആദിയെ കുമാരനും മംഗലം വരുത്തുവാൻ കൈക്കൊണ്ടാൻ മൗനവ്രതം
ജാതകർമാദിക്രിയ സർവവും യഥാവിധിദാതനും അനുഷ്ഠിച്ചു മൂകനെന്നിരിക്കലും ബുദ്ധി സംസ്കാരത്തിനായി എത്ര വസ്തുക്കൾ ചെയ്താൻ വ്യർത്ഥമായി ചമഞ്ഞിതു താത സാഹസമെല്ലാം. ജളനോ ബധിരനോ മൂകനോ പുനരിവൻ എളുതെല്ലാവർക്കും ചെമ്മേ തിരിച്ചുകൊള്ളുവാനും ഉപനിച്ചിതു താതന കാലം കുമാരനെ. ജപഹോമാദി കർമ്മമൊന്നുമേ പോകാതാനും 4 ആണ്ടുകാലം മിനക്കെടാതെ ചൊല്ലിച്ചിട്ടും ബാലനും പഠിച്ചില ഗായത്രി കുറഞ്ഞൊന്നു. ആയതു കുമാരനെ ശിക്ഷിച്ചു തന്നെ കാലം പോയതു ജനകനും മരിച്ചാനതു കാലം. തന്നെ മിഥുനത്തെ സപത്നി പോക്കലാക്കി പിന്നാലെ തീയിൽ പാഞ്ഞു മരിച്ചാൾ ജനനിയും. ഭ്രാതാക്കന്മാരും ഇവൻ ജളനെന്നുറയ്ക്കയാൽ ഏതുമേ കൊടുക്കയില്ല. ഉപജീവിപ്പാൻ പോലും ആരാനും ഒരു വേല ചൊല്ലുകില്ലതും കേൾക്കും. ഏതാനും കൊടുക്കിലങ്ങ് ഉപജീവിക്കും താനും. അതിൻ്റെ ഗുണദോഷം അന്വേഷിക്കയും ഇല്ല. അധികമെങ്കിലത് സൂക്ഷിക്കുമാറുമില്ല. ഏതാനും നൽകിയെങ്കിൽ പോരായെന്നതുമില്ല. ഏതും ആരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടാദാനം. അക്കാലം ഭ്രാതാക്കന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ടവിടെ ഇരുത്തിയാർ. നെല്ലുകാപ്പതിന് അവൻ ചെന്നിരുന്നതിൽ പിന്നെ നെല്ലിനു കേടു കുറഞ്ഞൊന്നുമുണ്ടായില്ലല്ലോ. ദുഷ്ടജന്തുക്കളൊന്നും മധ്യത്തിൽ ചെൽകയില്ല.